മനുഷ്യക്കടത്ത് ആരോപിച്ച് ഛത്തീസ്ഗഡിൽ ജയിലിൽ അടച്ച കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷയിൽ നാളെ വിധി പറയും. ബിലാസ്പൂരിലെ പ്രത്യേക NIA കോടതിയാണ് വിധി പറയുക. കന്യാസ്ത്രീകൾക്ക് ജാമ്യം നൽകരുത് എന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ വാദിച്ചത് സാങ്കേതികം മാത്രമെന്ന് BJP വിശദീകരിക്കുന്നു. എന്നാൽ ഇത് ചതിയാണ് എന്ന് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടി. നാളെ പ്രതീക്ഷയുടെ പകലാകുമെന്നാണ് കന്യാസ്ത്രീകളുടെ നീതിക്കായി പോരാടുന്ന എല്ലാവരും കരുതുന്നത്. മനുഷ്യക്കടത്ത്, നിർബന്ധിത മതപരിവർത്തനം എന്നീ കുറ്റങ്ങൾ നിലനിൽക്കില്ല എന്ന് കോടതിയിൽ തെളിവ് സഹിതം വാദിക്കാൻ പ്രതിഭാഗത്തിന് കഴിഞ്ഞു. ഇക്കാര്യങ്ങളിൽ പ്രോസിക്യൂഷൻ എതിർപ്പുന്നയിച്ചില്ല. നാളെ രാവിലെ 11 മണിക്ക് കോടതി വിധി പറയും. 8 ദിവസത്തെ ജയിൽവാസം അവസാനിപ്പിക്കാൻ കഴിയുമെന്ന് കന്യാസ്ത്രീകളും പ്രതീക്ഷിക്കുന്നു. എന്തായാലും അവര് എത്രയും പെട്ടെന്ന് ജാമ്യം കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. കേസ് പ്രാരംഭഘട്ടത്തിലാണ്, അതുകൊണ്ട് ജാമ്യം അനുവദിക്കരുത് എന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ NIA കോടതിയിൽ നിലപാടെടുത്തു. ഇതിന്റെ ഫാക്റ്റിൽ എവിടെയും ഈ കേസിൽ അവർക്ക് ജാമ്യം കിട്ടേണ്ടതായ സെക്ഷനുകളെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഫാക്ടറിലും പ്രോസിക്യൂഷൻ എതിർത്തിട്ടില്ല. ഒരു പ്രൊസീജിയർ മാത്രമാണ്. MPമാരായ കൊടിക്കുന്നിൽ സുരേഷ്, ആന്റോ ആന്റണി, ഡീൻ കുര്യാക്കോസ്, ഹൈബി ഈഡൻ, CPM കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ PK ശ്രീമതി, CS സുജാത എന്നിവർ ദുർഗ് സെൻട്രൽ ജയിലിലെത്തി കന്യാസ്ത്രീകളെ കണ്ടു. കോൺഗ്രസ് ഛത്തീസ്ഗഡ് PCC റായ്പൂരിൽ സംഘടിപ്പിച്ച പ്രതിഷേധ റാലിയിൽ ജബി മെത്ര MPയും പങ്കെടുത്തു. ജോൺ ബ്രിട്ടാസ്, ജോസ് കെ മാണി, P സന്തോഷ് കുമാർ എന്നീ MPമാർ ദുർഗിലെത്തി. ജാമ്യം കിട്ടി എന്നൊരു ധാരണയിലാണ് ഞങ്ങൾ ഇരുന്നത്. എന്ന കാരണം വെച്ചാൽ അദ്ദേഹം ഇന്നലെ തന്നെ വേണമെങ്കിൽ കിട്ടും. അപ്പം ഞാൻ അദ്ദേഹത്തിനോട് വീണ്ടും ചോദിച്ചു, കബ് തക് മിലേഗ എന്ന് ഹിന്ദിയിൽ ചോദിച്ചു. അപ്പം കൽ തക് മിലേഗ. കന്യാസ്ത്രീകളുടെ സഹോദരങ്ങൾ പ്രതീക്ഷയോടെ റായ്പൂരിൽ തുടരുന്നുമുണ്ട്. വലിയ ദുരിതം അനുഭവിച്ച് കഴിഞ്ഞ 7 ദിവസമായി ദുർഗിലെ സെൻട്രൽ ജയിലിൽ കഴിയുന്ന 2 കന്യാസ്ത്രീകളും ഒരുപക്ഷെ നാളെ പുറത്തിറങ്ങിയേക്കാം. പക്ഷെ അപ്പോഴും ഛത്തീസ്ഗഡിലും മധ്യപ്രദേശിലും ഉത്തർപ്രദേശിലുമെല്ലാം ക്രിസ്ത്യൻ സമൂഹത്തിന് നേരെ ആസൂത്രിതമായി നടക്കുന്ന ആക്രമണങ്ങൾക്ക് അറുതിയുണ്ടാകുമോ എന്ന ചോദ്യം ബാക്കിയാണ്. ഛത്തീസ്ഗഡിലെ ദുർഗിൽ നിന്ന് സ്റ്റീഫൻ മാത്യുവിനൊപ്പം അനൂപ് ദാസ്, മാതൃഭൂമി ന്യൂസ്.